ഈ നമ്മുടെ ഇപ്പോൾ എല്ലാവരും അറിയുന്ന അല്ലെങ്കിൽ വളരെ പ്രശസ്തനായ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അത്തരത്തിലെത്തി നിൽക്കുന്ന ഈ സലീം കുമാർ സാർ എന്ന് പറയുന്ന ഒരാളിൻ്റെ ആ സഞ്ചാരപഥങ്ങളെ ഓർക്കുമ്പോൾ എന്താണ് സാറിന് തോന്നുന്ന ഒരു പ്രധാനമായ വികാരം എന്താണ്? സംതൃപ്തിയാണോ, നിരാശയാണോ, സങ്കടമുണ്ടോ? സംതൃപ്തിയുള്ള സ്ഥലത്തോട് അല്ലാണ്ട് നിൽക്കില്ല നമുക്ക്. സംതൃപ്തി എന്തായിട്ടാണല്ലോ അതിൽ തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ വല്ല പണി നോക്കി വരുന്നു. തീർച്ചയായിട്ടും സംതൃപ്തിയുണ്ട്. ഇപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ എന്താ പറയുന്നത്, പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ അഭിമുഖങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് എന്താ പറയുന്നത് വിഷമങ്ങൾ, സമ്മർദ്ദങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വിഷമിപ്പിക്കുകയാണെന്ന് അർത്ഥം. ഒരർത്ഥത്തിൽ. പക്ഷേ ഈ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ഈ എന്താ പറയുക തമാശകൾ കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇത് ഞാനൊരു ഇന്റർവ്യൂ കൊടുക്കാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരുപാട് ഇന്റർവ്യൂ ഓൾറെഡി എൻ്റെ ഉണ്ട്. ഓൾറെഡി ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലായാലും TV ചാനലിലായാലും ഓൾറെഡി ഉണ്ട്. പിന്നീട് പുതിയ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് എന്തിനാണ് ഒരു പുതിയ ഇന്റർവ്യൂ എന്ന് നമുക്ക് തോന്നി പോകുന്നു, അത്രേ ഉള്ളൂ. പറയാൻ കാര്യം വിഷയങ്ങളില്ല. എനിക്കെന്തെങ്കിലും പുതുതായിട്ട് ആളോട് പറയണ്ടേ? ആ വിഷയങ്ങളില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ വേണ്ട. ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഇപ്പോൾ അങ്ങ് പറയാൻ വിഷയങ്ങളില്ല എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഈ പുതുമുഖ നടന്മാരായിട്ടുള്ള ആളുകളുടെ സിനിമയിലെ അവർക്ക് സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിനെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ഫെഫ്കയും അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത്തരം ഒരു പ്രശ്നം ഈ സിനിമാ മേഖലയിൽ ഒരു പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, എന്നെ വ്യക്തിപരമായിട്ട് എനിക്കങ്ങനെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നൊന്നുണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് ഫെഫ്കയും അമ്മയൊക്കെ പറഞ്ഞല്ലോ, അതനുസരിച്ച് അവർ തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്കങ്ങനെ ഒരു തീരുമാനങ്ങളും എനിക്കങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ ഞാൻ ഈ കാരവൻ കൾച്ചറിനോട് തന്നെ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ കാരവൻ പൊതുവെ യൂസ് ചെയ്യാറില്ല. പുറത്തു നിന്നിരിക്കും. എനിക്ക് പറ്റാനായിട്ടാണ്, അല്ലാണ്ട് നമുക്ക് തരാഞ്ഞിട്ടോ ഒന്നുമല്ല. എനിക്കത് ഇഷ്ടമല്ല. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇടുങ്ങിയ മുറി കയറി ഇരുന്നിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ഈ കാരവാൻ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാകുന്നതെന്നുള്ള അഭിപ്രായം? എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആരും മയക്കുമരുന്ന് ഉപയോഗിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തൊരു സാധനം ഉണ്ടെന്നൊന്നും എനിക്ക് പറയാനുള്ള അവകാശമൊന്നുമില്ല. ഞാൻ കണ്ടിട്ടില്ല ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ റൂട്ടിന് പോകുന്ന സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുതിയ പിള്ളേരുടെ കൂടെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പുതിയ പിള്ളേരുടെ കൂടെ. അപ്പോൾ എനിക്കങ്ങനെ എൻ്റെ കാര്യം ഞാൻ കണ്ടിട്ടില്ല. അല്ല സമയത്ത് എനിക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഈ പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയെ തന്നെ പലപ്പോഴും മറ്റു പല മാധ്യമങ്ങളുമായൊക്കെ ഉള്ള എന്താ ഒരു കാലഘട്ടം എടുത്ത് നോക്കുമ്പോൾ അതിനൊരുപാട് പ്രതിസന്ധികൾ ഒക്കെ ഉള്ളതിനോട് കൂടി തന്നെ ഇത്തരം വിവാദങ്ങൾ ഈ മേഖലയിൽ പൊതുവിൽ എന്താ പറയുക ആളുകളിലെ ഒരു വിശ്വാസ്യതയും അത്തരം പ്രേക്ഷകർക്ക് ഇതിനോടുള്ള ഒരു സമീപനത്തിലുമൊക്കെ മാറ്റം വരുത്തില്ലേ? അല്ല, പ്രേക്ഷകർക്ക് ഇതിലെന്ത് കാര്യം? അവർ ഇപ്പോൾ ഒരു കഥാപാത്രമായി അഭിനയിക്കുന്ന ആളിനെ അതിൻ്റെ ഒരു ക്വാളിറ്റിയിലും വാല്യൂവിലുമാണ് കാണുന്നത്. അവർ വ്യക്തിപരമായി ഇങ്ങനെ കുഴപ്പമാണ്. ആ കഥാപാത്രത്തിൻ്റെ വാല്യൂ കാണാതെ കഥാപാത്രത്തിൻ്റെ അതേ വാല്യൂ തന്നെ ക്യാരക്ടറിനെ കാണാന്ന് വെച്ചാൽ ആ വ്യക്തി ആ പേഴ്സണെയും കാണാന്ന് വെച്ചാൽ അത് ശരിയല്ലല്ലോ. ക്യാരക്ടർ വേറെ ഇരിക്കാം, അയാളുടെ കഥാപാത്രം വേറെ ഇരിക്കാം, അയാളുടെ സ്വഭാവം വേറെ ഇരിക്കാം. അതിനെ നമ്മൾ എല്ലാവരെയും ഈ പറഞ്ഞതുപോലെ ഒരു ക്യാരക്ടറിന്റെ റോളിൽ മാത്രമായി കാണുന്നു. അത് തെറ്റാണത്. പക്ഷെ അവർക്കറിയാവുന്നത് ഈ ക്യാരക്ടർ റോൾ വെച്ചിട്ട് ആളുകളെ അറിയുള്ളൂ. ഇപ്പൊ എൻ്റെ സ്വഭാവം ആളുകൾക്ക് അറിയണമെന്നില്ല. അപ്പൊ ഞാൻ ചെയ്തത് ഒരു ക്യാരക്ടറുണ്ട്, അതൊരു വെറും മിഥ്യയാണത്. ആ മിഥ്യയാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാവുന്നത്. അപ്പൊ അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇവൻ ചെയ്തു വെച്ച കഥാപാത്രം ഉണ്ടല്ലോ, അതാണ് ഞാനെന്ന് ആളുകൾ ഓഡിയൻസിന്റെ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ മാറ്റി കഴിഞ്ഞാൽ മാറാവുന്നുള്ളത്. ഈ സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടൻ താങ്കൾ വ്യക്തിപരമായി ഈ പറയുന്ന ഏതെങ്കിലും നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിലോ അവർക്കൊരു ബുദ്ധിമുട്ടോ വിഷമോ പ്രയാസമോ ഉണ്ടാകത്തക്ക രീതിയിൽ പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ?
അത് എന്നോട് ചോദിക്കേണ്ട ചോദ്യമില്ല. അത് നിർമ്മാതാക്കളോട് ചോദിക്കണം. അതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ എനിക്കറിയില്ല. ഞാനായിട്ട് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ഇനി അവർക്ക് ചില എൻ്റെ ബുദ്ധിമുട്ടല്ലെന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരിക്കാം. എന്നാലും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആരും അങ്ങനെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ സാധാരണ പലർക്കും ഇപ്പോൾ ഒരു സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്നൊരു താരമൂല്യമുള്ള അഭിനേതാവായി മാറുമ്പോഴേക്കും അവരുടെ ശൈലികളിലും ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ ഒത്തിരി മാറ്റങ്ങൾ പലപ്പോഴും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങ് എന്താണ് ഇങ്ങനെ ഇപ്പോഴും ഒരു ഈ പറയുന്ന സാധാരണക്കാരൻ്റെ അതേ എന്താ പറയുന്ന ഭാഷയും ശൈലിയും ഇടപെടലും അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ഗതിമാറ്റം താങ്കളെ ബാധിക്കാതിരിക്കുന്നത് എന്താണ്? അല്ല, ഗതിമാറ്റം ബാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ മറന്നൊന്നുമല്ല, ഒരുപാട് പേരുണ്ട് സാധാരണക്കാരായി ജീവിക്കുന്നത്. ചിലർക്ക് അത് ഞാൻ എന്തോ ഇതായി എന്നുള്ളൊരു ധാരണ വരും. അതൊരു കിട്ടാത്ത പ്രശസ്തി ഒരൊറ്റ സുപ്രഭാതത്തിൽ പ്രശസ്തനാവുന്നു, ആളുകൾ തിരിച്ചറിയുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ഒരു ബാലൻസ് ഒക്കെ പലരെയും തെറ്റിച്ചിട്ടുണ്ട്. അവർ തെറ്റിയിരുന്നാലും അവർ പിന്നീടെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നമ്മൾ ഒരുപാട് ജീവിതം കണ്ടതിൻ്റെ പേരിൽ നമുക്കറിയാം ഇതാണ് ജീവിതം, മറ്റു ജീവിതമല്ല. മറ്റൊരു ഹാലൂസിനേഷൻ എന്നൊക്കെ പറയൂലേ, അതിലൂടെ നടക്കാൻ മാത്രമേ മായാലോകം. അതെ, ഒരു മായാലോകത്ത് നടക്കാൻ മാത്രമേ, അത് യാഥാർത്ഥ്യമല്ല. അത് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതൊക്കെ താനേ പോയിക്കോളും. ഞാൻ ആരൊക്കെ കാണുന്നുള്ള തോന്നലൊക്കെ പോയിക്കോളും. നമ്മൊന്നുമില്ല എന്നുള്ളൊരു തോന്നല് നമുക്ക് താനേ ഉണ്ടായിക്കോളൂ. അത് ജീവിതം മനസ്സിലാകാൻ. ഈ സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടനെ, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു നടനെ ഒരു കഴിവിനെ അത് ഈ മലയാള സിനിമാ ലോകം എന്താ പറയുന്നത് വേണ്ടത്ര ഉപയോഗിച്ചു അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടോ? ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രത്യേക കഥാപാത്രങ്ങളിലൂടെ ഇപ്പോൾ ദേശീയ അവാർഡ് കിട്ടുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമായി ഒരു റേഞ്ച് മുഴുവൻ കൊമേഡിയൻ, എന്നാൽ മറ്റൊരു സീരിയസ് ക്യാരക്ടർ കിട്ടിയപ്പോൾ അതിനേക്കാൾ അങ്ങ് ഭംഗിയാക്കി. അത് അത്തരം ക്യാരക്ടറുകളിലേക്ക് താങ്കളെ പരിഗണിക്കാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ പരിഗണിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? വൈകലൊന്നുമില്ല. അത് അതിൻ്റെതായ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് എല്ലാം അത് നേട്ടങ്ങളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വൈകിപ്പോയെന്നോ അങ്ങനെ ഒരു തോന്നലില്ല. എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ അർഹിച്ചതെന്നല്ല, ഞാൻ ആഗ്രഹിച്ചത് എല്ലാം കിട്ടിയിട്ടുണ്ട് എനിക്ക് സിനിമയിൽ നിന്ന്. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, അതിലൊരു സങ്കടം ഒന്നുമില്ല. ഈ പൊതുവിൽ ഈ കലാകാരന്മാർ അല്ലെങ്കിൽ സിനിമാ ലോകം അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെയുള്ള ആളുകൾ അധികവും ഒരു എന്താ പറയുക ഒരു ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ അത്തരം ഒരു ആശയ സംഗതികളിലൂടെയൊക്കെയാണ് സഞ്ചരിക്കാറുള്ളത്. എന്നാൽ അങ്ങ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, അറിയില്ല, ഒരു എന്താ പറയുന്നത് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ വലതുപക്ഷ ഒരു അനുഭാവം അങ്ങനെ ഉണ്ടാകുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷമായി നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ ചിലപ്പോൾ അത്തരം ചിന്തകൾ അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഞാനിപ്പോൾ കലാകാരനായതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരനല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഇടതുപക്ഷക്കാരനല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല കലാകാരനായിട്ട്. അതൊരു തോന്നലാണ്. ഇടതുപക്ഷക്കാർക്ക് മാത്രം കലാകാരന്മാരായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, കോൺഗ്രസ്സുകാരൻ കലാകാരനായിട്ട് ജീവിച്ചാൽ അതൊക്കെ ഒരു ആളുകളുടെ, ഞാൻ പറഞ്ഞത് ഒരു വിദ്യാബോധമാണ്. ഇടതുപക്ഷം ചായ്വുള്ളവരായിരിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇടതുപക്ഷം കോൺഗ്രസിനേക്കാൾ കൂടുതൽ കലാകാരന്മാരെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്, അവർ വളർത്തുന്നുണ്ട്. അവർ കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു വളർച്ചകളൊന്നും ഉണ്ടാവില്ല. അതിൽ നിന്നുകൊണ്ട് അവന് വളരാനൊന്നും പറ്റൂല. നമ്മുടെ ഒരു വ്യക്തിപരമായ അനുഭവം കൊണ്ട് അങ്ങനെ നിൽക്കാൻ കഴിയും. അത്രേ ഉള്ളൂ. ഈ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ നടന്മാർ നടിമാരൊക്കെ ഈ പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തു, പ്രധാനമന്ത്രിയൊക്കെ വന്നപ്പോൾ കേരളത്തിനൊരു പ്രകാശ് രാജ് ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദികളിൽ ഒക്കെ സിനിമയുടെ ആളുകളും അത്തരം ആളുകളുടെയൊക്കെ സാന്നിധ്യം കൂടുതലുണ്ടായിരുന്നു. അതുപോലെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചു, ഇനി മത്സരിക്കാൻ നിൽക്കുന്നു. അങ്ങനെ ഈ പറയുന്ന ഒരു സിനിമാ അഭിനേതാവ് അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന് പറയുന്ന ആൾ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ അങ്ങനെ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കുന്നതിനോട് അങ്ങ് യോജിക്കുന്നുണ്ട്? എല്ലാ പൊതുസമൂഹങ്ങളിലൂടെ ഈ പൊതുസമൂഹം എന്ന് വെച്ചാൽ അങ്ങനത്തെ ആളുകളില്ല.
അതിൽ മാർക്സിസ്റ്റുകാരുണ്ട്, BJP-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഇവരെല്ലാവരും കൂടി ഒത്തുചേരുന്നതാണ് പൊതുസമൂഹം. അല്ല പൊതുസമയം രാഷ്ട്രീയത്തിലുള്ള കാര്യമാണ് നമ്മൾ പൊതുസമൂഹം എന്ന് പറയുന്നത്. അല്ലല്ലോ, ഇത് എല്ലാ ആളുകളും ചേർന്നതാണ് പൊതുസമൂഹം. അതിലൊരാളാണ് ഞാൻ. ഇപ്പൊ അതിലൊരാളാണ് മറ്റേ CPM-ന് വേണ്ടി വർക്ക് ചെയ്ത ഒരാള്. അപ്പൊ ഇതൊക്കെ പൊതുസമൂഹം തന്നെയാണ്. പൊതുസമൂഹത്തിൽ നിന്നില്ല എന്നുള്ള ചോദ്യത്തിന് മനസ്സിലായില്ല. അപ്പൊ സീറ്റ് കിട്ടിയാൽ അങ്ങ് മത്സരിക്കുമോ പാർട്ടി നിർത്തി? അതൊക്കെ ഞാൻ തീരുമാനിക്കണം, ഞാനോട് ആലോചിക്കണം. ഇതേ അങ്ങനെ സിനിമാക്കാർക്ക് ഒരു സംഭവമുണ്ട്. സിനിമാക്കാർ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പൊട്ടാടി സീറ്റും മാറ്റി മത്സരിക്കാനുണ്ട്. ഇത് MLA പണിക്ക് നിസ്സാര പണിയല്ല. അതൊരു സിനിമാ നടന് പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യുന്ന ഇവിടെ ചെയ്തിട്ടുള്ള സകല സിനിമാ നടന്മാരും പരാജയമാണ്. അത് ഗണേഷ് കുമാറിനെ നമുക്ക് എടുത്തു പറയേണ്ടത്. പുള്ളി കാരണം പക്ഷേ പുള്ളി സിനിമാ നടന് പുള്ളി പറഞ്ഞുകൂടാ. പുള്ളി പാരമ്പര്യമായിട്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള മനുഷ്യനാണ്. അല്പം വിജയം എന്ന് പറയാൻ പുള്ളി മാത്രമേ ഉള്ളൂ. പൊതുജന പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് നോക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ബാക്കി എല്ലാവരും പരാജയമായിരുന്നു. അവർക്ക് പറ്റില്ല, കാരണം ഈ പാർട്ട് ടൈം ജോലിയായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് 24 hours ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം ഒഴിക്കണം ഒരു MLA-യുടെ ഒരു MP-യുടെ ആയിട്ടുണ്ടെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കൊരിക്കലും പറ്റില്ല.